السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ അങ്ങേയറ്റത്തെ ഗൗരവമായി ചിന്തിക്കേണ്ടതും പക്ഷേ ജനങ്ങൾ അതിനെ നിസ്സാരവൽക്കരിച്ചു കാണുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പല തട്ടുകളിലായി സൃഷ്ടിച്ചു. അഥവാ വലിയ ധനാഢ്യന്മാരെ സൃഷ്ടിച്ചു, ദരിദ്രരെ സൃഷ്ടിച്ചു, അതിലും താഴെയുള്ള ആളുകളെ സൃഷ്ടിച്ചു. അവന്റെ സൃഷ്ടിപ്പിന്റെ രീതിയിലുള്ള നല്ല നിലയിൽ സൃഷ്ടിച്ചു. അംഗവൈകല്യമില്ലാതെ പൂർണ്ണ അംഗത്വം നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ തസ്വീയത്ത് രൂപം നൽകിക്കൊണ്ട് അല്ലാഹു തആല സൃഷ്ടിച്ചൊരു വിഭാഗം. പക്ഷേ അംഗവൈകല്യമുള്ളവരും അതുപോലെ തന്നെ പഠനവൈകല്യമുള്ളവരും മന്ദബുദ്ധിയുള്ളവരും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ഈ ലോകം ഒരു പരീക്ഷണത്തിന്റെ വീടാണ്. അദ്ദുന്യാ ദാറുൽ ബലാ, ദുനിയാവ് ഒരു പരീക്ഷണത്തിന്റെ വീടാണ്. ആ പരീക്ഷയിൽ ഇവിടെ ഉത്തരവുണ്ടാവും, ചോദ്യവും ഉണ്ടാവും. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിച്ച് എഴുതുന്നവർ വിജയികളും, നേരെ മറിച്ച് ഉത്തരം കണ്ടെത്താത്ത ആളുകൾ പരാജയപ്പെടുന്നവരുമാണ്. എന്നാൽ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അത്യുഗ്രമായ തീയാലുള്ള ഒരു മാല അണിയിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണ് എന്ന് നമ്മൾക്ക് പരിശോധിക്കാം. പരിശുദ്ധമായ റമദാനിൽ ഇത്തരം കാര്യങ്ങൾ വളരെ അങ്ങേയറ്റം ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും അത് ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമൊക്കെ നാഫിയായ ഇൽമായി സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അപ്പോൾ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമ്പത്തിൽ നിന്ന്, അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് നൽകിയതായ സമ്പത്ത് അത് മുഴുവനും നമ്മൾക്ക് അവകാശപ്പെട്ടതല്ല. അതിൻ്റെ അവകാശികളായ ഒരുപാട് ആളുകൾ വേറെയുണ്ട്. ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അനന്തരം ഖാലിഖായ ഉടമസ്ഥനായ റബ്ബിന് മാത്രമാണ്. നാം ഉദ്ദേശിച്ചാൽ നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുകയില്ല. നാം ഉദ്ദേശിച്ചാൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ നേടാൻ കഴിയുകയില്ല. എന്നാൽ സമ്പത്ത് ചെലവ് ചെയ്യാതെ അത് പിടിച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതാ പറയുന്നു. നോക്കൂ, ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. ولا يحسبن الذين يبخلون بما آتاهم الله من فضله. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضലിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ മഹത്വത്തിൽ നിന്ന് അവർക്ക് നൽകിയതായ ഒന്നുകൊണ്ട് ചെലവ് ചെയ്യാതെ ബഖീലത്തരം പിഷ്കത്തരം കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വിചാരിക്കണ്ട. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന, പിഷ്ക് കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വിചാരിക്കണ്ട. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് അവർക്ക് നൽകിയതായ ഒന്നുകൊണ്ട് ഹുവ ഖൈറുൽ ലഹും, അത് അവർക്ക് ഖൈറാണ് എന്നവർ വിചാരിക്കണ്ട. തൊട്ടടുത്ത അയൽവാസി വളരെ ദരിദ്രനായിരിക്കും, ഇവന് വലിയ സമ്പന്നനായിരിക്കും.
അതുകൊണ്ട് ആ ഒരു മേൽക്കോയ്മ നടിച്ചുകൊണ്ട് ബഹീരത്തരം കാണിക്കുക അല്ലെ എന്ന് പരസ്പരം മത്സരാധിഷ്ഠിത ബുദ്ധിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അവനിലേറെ എനിക്ക് വേണം, എന്റേത് അവര് കാണണം. അങ്ങനെ ലോകമാന്യത്തിന്റെയും മത്സരാധിഷ്ഠിതമായ ഒരു ലോകമാണ് എന്ന് ഉണ്ടാകും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിന്, ആ സമ്പത്തിൽ നിന്ന് അല്ലാഹു തആല കൊടുത്തത് ഖൈറാണെന്ന് വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൽ ലഹും, ബൽ ഹുവ ശർറുൽ ലഹും, പക്ഷേ അവനത് ഷർറാണ്, മഹാമോശമാണ്, അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു കാര്യമാണ്. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് ഷർറാണ്. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർ പിശുക്ക് കാണിച്ച ഒന്നുകൊണ്ട് അവർക്കൊരു മാല അണിയിക്കുന്നതാണ്. നരകത്തിനാലുള്ള, തീയിനാലുള്ള ഒരു മാല അണിയിക്കുമെന്നാണ്. മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, സിജ്ജിൽ, നരകത്തിൽ നിന്നുള്ള. അപ്പോ അത് സമ്പാദിക്കാതിരിക്കാൻ, അതവിടെ നമ്മൾക്ക് അള്ളാഹുവിന്റെ അദാബിൽ രക്ഷപ്പെടാൻ എന്താ വേണ്ടത്? അത് നമ്മൾ സ്വീകരിക്കുകയാണ് ഈ ദുന്യാവിനെ നമ്മളുടെ ഡ്യൂട്ടി. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ചില ആൾക്കാരെ സമ്പന്നനാക്കുകയും ചില ആൾക്കാരെ ദരിദ്രരാക്കുകയും ചെയ്തു. മനസ്സിലായല്ലോ? മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസു സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ അനന്തരാവകാശം അല്ലാഹുവിന് മാത്രമാണ്. ആകാശഭൂമിയുടെ അനന്തരാവകാശം അല്ലാഹുവിന് മാത്രം, ഞങ്ങൾക്കൊന്നുമില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നന്നായി അറിയാവുന്നവരാണ്. അപ്പൊ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളുടെ സകാത്തിന്റെ കണക്ക് കാര്യം പരിശുദ്ധമായ റമദാനാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെ കൊടുക്കാതെ എല്ലാവർക്കും അറിയാം. നമ്മളെ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്തു നോക്കിയാൽ, ഫിഖ് നോക്കിയാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് 25,000 പൈസ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് സക്കാത്ത് വിടുകയില്ല. അല്ലെങ്കിൽ ഇവിടെ പള്ളിയിലോ എവിടെയെങ്കിലും വരുന്ന മൗലവിയാള് അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ വന്ന് ഓർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ സക്കാത്തിന്റെ കണക്ക് വീടിയെന്ന് ആരും വിചാരിക്കണ്ട, അത് വീടില്ല. പിന്നെ എന്ത് വേണം? എല്ലാ കാര്യങ്ങളും കണക്കിൽ അധിഷ്ഠിതമാണ് പരിശുദ്ധ ഇസ്ലാം. നോക്ക്, എല്ലാം ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യമാണ്. ആ 5-ൽ അധിഷ്ഠിതം 5 കാര്യങ്ങളും പൂർണ്ണമാണോ അവനാണ് മുസ്ലിം. അതിൽപ്പെട്ട ഒന്നല്ലേ സക്കാത്ത്. എങ്ങനെ സക്കാത്ത് കൊടുക്കുക? സ്വർണം, വെള്ളി, കറൻസി, അതുപോലെ നഖൂദ്, ഇവയിലാണ് സക്കാത്ത് നിർബന്ധമാകുക. സ്വർണത്തിൽ നിന്ന് 85 ഗ്രാം സ്വർണം ഒരാളുടെ വക്കലുണ്ടായാൽ ഒരു കൊല്ലം തികഞ്ഞാൽ അവൻ അതിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുത്തോളൂ. 1/10 എന്ന് പറയാം. ഇപ്പൊ കണക്ക് കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പൊ അങ്ങനെ കൊടുക്കണം. അപ്പൊ നമുക്കൊരു അഭിപ്രായമുണ്ട്, ഒക്കെ പണ്ടത്തിനൊക്കെ സക്കാത്ത് കൊടുക്കണ്ടേ. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പണ്ടം, ആ ആഭരണങ്ങൾ കഴിച്ച് നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് എത്ര മാത്രം ഉണ്ടോ അത് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്, അതാണ് നല്ലത്. അതെല്ലാം ആഭരണമാക്കി വെച്ചാൽ മതിയല്ലോ. അതുപോലെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി. പക്ഷെ ഇപ്പൊ ഈ സ്വർണം വെള്ളി ഇങ്ങനെ കട്ടിയാക്കി ആരും സൂക്ഷിച്ചു വെക്കാറില്ല. എന്നാൽ അതിന്റെ കറൻസിക്കും സക്കാത്തുണ്ട്. വെള്ളി കൊടുക്കേണ്ടതും 2%, എല്ലാത്തിനും 2% കൊടുക്കേണ്ടത്. സ്വർണത്തിൽ നിന്ന് 85 ഗ്രാം സ്വർണവും വെള്ളിയിൽ നിന്ന് 595 ഗ്രാം വെള്ളിയും ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിന്റെ 2% അഥവാ 1/10 കൊടുക്കണം. ഇല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, കറൻസിക്ക് സക്കാത്തുണ്ട്. എങ്ങനെ കണക്കാക്കാം? എനിക്ക് ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്നതാണ്. പക്ഷെ മിക്കവാറും ആളുകൾ ഇതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. സുഹൃത്തുക്കളെ, നമ്മൾക്ക് തന്ന സമ്പത്ത്, ആ സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. മറ്റുള്ളവന്റെ അവകാശമാണ്. ആ അവകാശം നമ്മൾ ഭക്ഷിച്ചാൽ നരകമാണ് ഭക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ
കറൻസിക്ക് സക്കാത്തുണ്ട്. നമ്മളെ നോട്ടിന്, റിയാലിന്, ഡോളർ, ജെനി എന്നൊക്കെ പറയുന്ന ദിർഹം, ദീനാറൊക്കെ തരും. സക്കാത്തുണ്ട്. എങ്ങനെയാണ് കണക്കാക്കുക? നമ്മുടെ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്കനുസരിച്ച് കൊണ്ടാണ് അത് കണക്കാക്കുക. 85 ഗ്രാം സ്വർണത്തിന്റെ കാശ് ഒരാളുടെ പക്കലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് 2% വെച്ച് കൊടുത്തോളൂ. അതുപോലെ തന്നെ വെള്ളി 595 ഗ്രാം വെള്ളിയുടെ കാശ് ഒരാളുടെ പക്കലുണ്ടെങ്കിൽ അതിന്റെ 2% വെച്ച് സക്കാത്ത് കൊടുത്തോളൂ. എല്ലാവർക്കും ഒരേ കുട്ടികൾക്ക് ഒരേ കണക്ക് കൂട്ടികൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞാൽ അതിന്റെ എത്ര ടക്ക് ടക്ക് അടിച്ചിട്ട് ഇത്രയാണ് മെച്ചി, ഇത്രയാണ് പെച്ചി എന്ന് പറഞ്ഞത്. പക്ഷെ ഭൂമിക്കും വീടിനൊന്നും വാഹനത്തിനൊന്നും സക്കാത്തില്ല. പക്ഷെ കറൻസിക്ക് സക്കാത്ത് ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കുക, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അത് ബനീ ഇസ്രായേൽക്കാര് എന്ത് ചെയ്തു എന്നറിയോ? അവരോട് യോം സബത്ത് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. അവര് മീൻ പിടിക്കരുത് എന്നല്ല പറഞ്ഞോളൂ. അതുകൊണ്ട് നമ്മൾ കൈയോട് പിടിക്കണ്ട, മീൻ ഒന്നായിട്ട് ഒന്നാമത്തെ പരീക്ഷണാർത്ഥം ഇരച്ചു കയറി വന്നപ്പോൾ അവരിങ്ങനെ തടഞ്ഞു നിർത്തി. പിറ്റേന്ന് പിടിച്ചാൽ മതിയല്ലോ. അത് കാരണം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങുകളാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ പറഞ്ഞില്ലേ, അതാണ് കൊടുത്ത ശിക്ഷയാണ്. അപ്പൊ അതുകൊണ്ട് മസ്അല ഉണ്ടാക്കാനും വളഞ്ഞ വഴി സ്വീകരിക്കാനും പോയാൽ നാളെ പരാജയത്തിന്റെ പടുവിലേക്ക് തള്ളപ്പെടും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റായിട്ട് ഇത്ര വരുന്നത് അവന്റെ അവകാശമല്ലേ. പിന്നെ നമുക്ക് കടം മറ്റൊന്ന് മുറിച്ച് വെക്കണ്ടേ? നിർബന്ധമായ കടം ഉണ്ടെങ്കിൽ ഇല്ലട്ടോ, അത് വിട്ടേണ്ടതുണ്ട്. നേരെ മറിച്ച് മറ്റൊരുത്തൻ നമ്മളെ പക്കൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടുപോയതാണ്, അത് കിട്ടുന്ന നിർബന്ധം അതുകൊണ്ട് തിരിച്ചു തരുന്നുള്ള നിർബന്ധമുള്ളതിനും സക്കാത്തുണ്ട്. അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്നാൽ വിറ്റിയെന്ന് ഒരാൾക്ക് കടം കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അത് പറ്റില്ല. എന്റെ സുഹൃത്തുക്കളെ വളരെ കറക്റ്റായിക്കൊണ്ട് അതിന് അർഹരായ ആളുകൾക്കും കൊടുക്കുക. സ്വന്തം കുടുംബത്തിനാണ് ആദ്യമായി കൊടുക്കേണ്ടത്, ദരിദ്രരാണെങ്കിൽ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്പസമയം ജീവിക്കാൻ നമ്മൾക്ക് അവസരം നൽകിയെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അവൻ തൃപ്തിപ്പെട്ട മാർഗത്തിലാണ്. അപ്പൊ എല്ലാം ഭൂമിക്ക് സക്കാത്തില്ല, പക്ഷെ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് അത് നമ്മൾ വിറ്റിട്ട് കിട്ടുന്ന കറൻസിക്ക് സക്കാത്തുണ്ട്. കുതിരക്ക് സക്കാത്തില്ല, ഉണ്ടോ? ഇല്ല. ഹൈലിന് സക്കാത്ത് കുതിരക്കില്ല. പക്ഷെ കുതിരക്ക് സക്കാത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിനെ കച്ചവടമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുതിരക്കും സക്കാത്തുണ്ട്. അപ്പൊ ഞാൻ ഒരാളെ കുതിരക്ക് സക്കാത്തില്ല, കുതിര കച്ചവടം തുടങ്ങിയാൽ സക്കാത്തുണ്ട്, സക്കാത്ത് കൊടുത്തോളൂ. അതെ, എങ്ങനെ? അത് നമ്മളെ കച്ചവടച്ചരക്കിന്റെ ഇതിൽ അതിന്റെ ഒരു കൊല്ലത്തിൽ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് നല്ലത്, ഏറ്റവും നല്ലത് നമ്മളുടെ പക്കലുള്ള ഇപ്പോ 595 ഗ്രാം വെള്ളിയുടെ വില ഇല്ലാത്ത ആളുകൾ വളരെ വിരളായിരിക്കും. അങ്ങനത്തെ ആളുകൾ അവന് സക്കാത്ത് കൊടുത്തോളണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ. ഇല്ലെങ്കിൽ അവന് വളരെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്നതാണ്. പരിശുദ്ധമായ റമദാനാണ്. നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിർത്തണം. ഒന്ന്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. നിർബന്ധമായും ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം അല്ലാഹുവിനോട്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പ്രാവശ്യം 70-100 കണക്കിൽ പ്രാവശ്യമാണ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയതെന്നാണ്. രണ്ടാമത്തെ കാര്യം സ്വർഗം ചോദിക്കുക എന്നാണ്. സ്വർഗം ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിച്ചോളെ, ഉയർന്ന സ്വർഗം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. മൂന്നാമത്തത് സദക്ക അധികരിപ്പിക്കുക. സുന്നത്തായ സദക്ക നമ്മൾ കൂടുതലായിക്കൊണ്ട് അധികരിപ്പിക്കുക. മാനസികമായ സംതൃപ്തിയും സന്തോഷവും ആനന്ദവും അവനത് കാരണമായി കിട്ടും. മറ്റൊന്ന് പശ്ചാത്താപം, തോബയുടെ സമയം കാലമാണത്. അതുകൊണ്ട് തോബ നമ്മൾ അല്ലാഹുവിലേക്ക് പക്ഷാതാപിച്ച് മടങ്ങുക. ചെയ്ത തെറ്റുകൾ കുറ്റങ്ങളിലും മടങ്ങുകയില്ല എന്നുള്ള ഒരു പക്ഷാതാപം തോബ ചെയ്ത് മടങ്ങുക. അഞ്ചാമത്തത് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുകയും ജനങ്ങളുമായി വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശാരീരികമായോ സാമ്പത്തികമായോ വലിയ ഇടപാടുമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈ റമദാനിൽ തീർത്തിരിക്കണം. എന്നെങ്കിൽ മാത്രമാണ് ലൈലത്തുൽ ഖദ്റും അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിൽ നിന്ന് അനുകൂലമായ സകല എല്ലാ കാര്യങ്ങളും കരസ്ഥമാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അഅ്മാലുകളും സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്.
ഞങ്ങൾ പാപികളാണ് അല്ലാ. ഞങ്ങൾ കടുത്ത ബലാകളെ കൊണ്ട് നീ പരീക്ഷിക്കല്ല റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിന്റെ ലൈഫായ ബലഹീനരായ അടിമകളാണ്. ഞങ്ങളുടെ ഓരോ അടക്കവും അനക്കവും നിന്റെ കരങ്ങളിലാണ് എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ അഹ്ലും മാലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. സന്താനങ്ങളുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ കൊണ്ട് ഞങ്ങളുടെ ഖൽബിനെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. ഈമാൻ കൊണ്ട് ഖൽബിനെ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന വിഭാഗങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങൾ ഇന്ന് മരിച്ചു പോയ നിരവധി ആളുകളുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും അറിയുന്ന നാഥ, അവർ അസനാത്തുകൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ശരിയാത്തിനും അയച്ചു കളയണേ റഹ്മാനെ. അവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. اللهم إنا نسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. اللهم إنا نسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم. اللهم إنا نسألك من خير ما سألك من عبدك ونبيك محمد صلى الله عليه وسلم وعبادك الصالحون، ونعوذ بك من شر ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم وعبادك الصالحون. نسألك الجنة وما قرب إليها من قول وعمل، ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.